തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിൽ സർക്കാർ രൂപീകരണത്തിന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അനുമതി നൽകിയില്ല. 118 പേരുടെ പിന്തുണയ്ക്ക് കത്ത് നൽകിയാൽ മാത്രമേ സത്യപ്രതിജ്ഞ നൽകൂ എന്നും ഗവർണർ പറഞ്ഞു. വിവരങ്ങളുമായി വിഷ്ണു കെ ചേരുന്നു. വിഷ്ണു, അങ്ങനെ നാളെ നടക്കാനിരുന്ന സത്യപ്രതിജ്ഞ ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, കേവല ഭൂരിപക്ഷമായ 118 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകൂ എന്ന നിലപാടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എടുത്തിട്ടുള്ളത്. ഇതോടെ 5 MLA-മാരുടെ പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിജയും TVK പാർട്ടിയും. അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷമായ 118 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകൂ എന്ന കടുത്ത നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നല്ലൊരു മികച്ച അരങ്ങേറ്റം കുറിച്ച വിജയ്ക്ക് മുന്നിൽ ഇതൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗവർണറെ കാണുകയും അതുപോലെ തന്നെ നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു രാജേന്ദ്ര ആർലേക്കറുടെ ഒരു കടമ്പ TVK പാർട്ടിക്ക് നേരെയും വിജയ്ക്ക് നേരെയും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിൽ 113 MLA-മാർ ഒപ്പിട്ട കത്താണ് വിജയും TVK പാർട്ടിയും നൽകിയത്. എന്നാൽ 234 അംഗ നിയമസഭയിൽ TVK പാർട്ടിക്ക് 113 MLA-മാർ മാത്രം പോരാ, 118 എന്ന മാന്ത്രിക സംഖ്യ ഉൾപ്പെടെയുള്ള കത്ത് നൽകിയാൽ മാത്രമേ CM ആകാൻ സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി നൽകൂ എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഗവർണർ. അതുപോലെ തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ അറ്റോർണി ജനറലിൻ്റെ നിയമോപദേശം തേടിയിരിക്കുകയാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ 5 പേരുടെ പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിജയ്. ദീപ്തി.